അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിനെതിരായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 3 നേന്ത്രപ്പഴമാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത കറുത്തുപോയ നേന്ത്രപ്പഴം എടുക്കരുത്, എന്നാൽ പിന്നെ ഇത് ശരിയാവില്ല. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കണം, ഒരുപാട് അങ്ങ് പഴുത്ത് കുഴഞ്ഞു പോയ നേന്ത്രപ്പഴം ആവരുത്. ഇനി ഈ നേന്ത്രപ്പഴം നമുക്ക് 2ആയിട്ടോ 3ആയിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ നേന്ത്രപ്പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴം 3ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന നേന്ത്രപ്പഴം ചെറിയ നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ 4 നേന്ത്രപ്പഴം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നേന്ത്രപ്പഴം ഒന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കണം. നേന്ത്രപ്പഴം വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ സ്റ്റീമറിൻ്റെ തട്ടിൽ വെച്ച് കൊടുത്താലും മതി. പഴം കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ നേന്ത്രപ്പഴം ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 12 മിനിറ്റായി. നേന്ത്രപ്പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും ഈ നേന്ത്രപ്പഴം എടുത്ത് മാറ്റി ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് മാത്രം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് എടുക്കുമ്പോൾ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് നോക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്തുള്ള ചൂട്, ഒരുപാടങ്ങ് ചൂട് കൂടി പോകാൻ പാടില്ല, എന്നാൽ പിന്നെ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരില്ല. ഞാനിപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ആ അരിപ്പൊടിക്ക് അളവിനനുസരിച്ചിട്ടൊക്കെ വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. നമ്മൾ ഏത് കപ്പിലാണോ പൊടി അളന്നെടുക്കുന്നത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളവും ഒഴിക്കുക. ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ അതാ ഈ ഒരു കട്ടിക്കാണ് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി കുറച്ച് സമയം മൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ആവിയേറ്റ് വേവിച്ചെടുത്ത പഴത്തിൻ്റെ ചൂടൊക്കെ അതൊന്ന് മാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി പഴം ഒന്ന് ഉടച്ചെടുക്കാം. മാഷർ വെച്ചിട്ടോ തടിത്തവി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലൊന്നും വെച്ചിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ അതാ ഉടച്ചെടുക്കണേ. പഴം നല്ലതുപോലെ വെന്തത് കൊണ്ട് പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി. ഇടിയപ്പത്തിൽ പത്തിരിക്കൊക്കെ എടുക്കുന്നത് നേരത്തെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം ഒരു 2 നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കൈ വെച്ചിട്ട് എല്ലാം ഒന്ന് കുഴച്ചെടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു കട്ടിക്ക് കുഴച്ചിട്ടെടുക്കുക. ആവശ്യമെങ്കിൽ അരിപ്പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത അരിപ്പൊടിയും മൈദയും കറക്റ്റാണ്. അതിനി എല്ലാം ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ലൂസായി പോകരുത് മാവ്. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടത് ബീഫാണ്. ബീഫ് ഫ്രൈ ചെയ്തതും ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് വരട്ടിയെടുത്തതും ആവാം. ഞാനിപ്പോൾ ബീഫ് വരട്ടിയെടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല വരട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വരട്ടിയാണെങ്കിൽ വരട്ടി ചെയ്തെടുക്കുക. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് കറിയിൽ നിന്നും ബീഫിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. കുറച്ചും കൂടെ നല്ലത് ബീഫ് വരട്ടിയെടുക്കുന്നതായിരിക്കും.
ഇനി ഈ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബീഫ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടാലും മതി, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ബീഫ് ഒരു 250 ഗ്രാം ബീഫാണ് ഇതുപോലെ ഒന്ന് വരട്ടി എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ബീഫ് എടുക്കാം. ഇനി നമ്മൾ പഴവും മാവൊക്കെ ചേർത്ത് ഉരുട്ടി വെച്ചില്ലേ, ഇതിൽ നിന്നും കയ്യിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഒരു ഉരുള മാവെടുക്കുക. വലിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു ഉരുള മാവെടുക്കുക. അപ്പം ഇതുപോലെ മാവ് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പം മാവ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി ഇതൊന്ന് ഇതുപോലൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഒരു ഉന്നക്കാരുടെ ഷേപ്പിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ പഴമൊക്കെ നമ്മൾ മുറിച്ച് വെക്കില്ലേ പഴംപൊരി ഉണ്ടാക്കാൻ, ആ ഒരു ഷേപ്പിന് ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ പഴം മുറിച്ച് വെച്ചതുപോലെ ഇരിപ്പില്ലേ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത നേന്ത്രപ്പഴത്തിൻ്റെ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഫ്രീസറിലൊന്നും വെക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈസ്റ്റ് ചേർത്തതുകൊണ്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച് ഏലക്കാപ്പൊടിയുടെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുക. ഇതുപോലൊന്ന് മാവിലൊന്ന് ഡിപ്പ് ചെയ്ത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്താ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 എണ്ണം അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 20 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വശം എന്താ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് വെച്ചിട്ടുള്ള പഴംപൊരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. സാധാരണ പഴംപൊരി തയ്യാറാക്കിയിട്ട് ബീഫ് കറി ഒഴിച്ചല്ലേ കഴിക്കാറ്. ഇത് ബീഫ് നമ്മൾ വരട്ടിയെടുത്ത ബീഫ് കട്ട് ചെയ്ത് സ്റ്റഫ് ചെയ്താണ് പഴംപൊരി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നല്ല പൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, പഴംപൊരി പോലെ ഇരിപ്പുണ്ട്. ഇതേ ഷേപ്പാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ പുറം കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബീഫ് വെച്ചിട്ട് ഇതുപോലെ പഴംപൊരി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്